ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ സർലയാണെങ്കിൽ പ്രീതിയോടും സൃഷ്ടിയോടും പറയുകയാണ്, നിങ്ങളെ കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് കിട്ടിയത്. വീണ്ടും പിരിയുന്ന പോലെയാണ് സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെക്കാട്ടിൽ വലുത് കിരണിൻ്റെ ഫാമിലിയാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തു നിന്നും വിട്ടു പൊക്കോളാൻ പറയുന്നു. നിങ്ങൾ രണ്ടുപേരും എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനമെടുക്കാൻ പറഞ്ഞിട്ട് സർല പോകുകയാണ് അകത്തേക്ക്. പ്രീതിയാണെങ്കിൽ പ്രീതിയോട് നിങ്ങൾ കരയാതിരിക്കാൻ എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പ്രീതി അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കണം, നിങ്ങൾ ഇവിടുന്ന് പൊക്കോളാൻ പറയാണ്. പ്രീതി മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ എന്തായാലും ഇവിടെ വന്ന് എല്ലാ കാര്യവും പറഞ്ഞത് നന്നായി, എല്ലാ കാര്യവും നല്ല രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ വിചാരിക്കുന്നു. പ്രീതിയാണെങ്കിൽ സൃഷ്ടിയുടെ അടുത്ത് പോയിട്ട് ഒരുപാട് കരയുകയാണ്. എൻ്റെ അമ്മ പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട്. സൃഷ്ടി അപ്പോൾ പറയാണ്, നമ്മൾ ചെയ്തതിൽ ഒരു തെറ്റുമില്ല, നമ്മൾ തന്നെ അമ്മയോട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുമായിരുന്നെങ്കിൽ അമ്മ ഇത്രയും ദേഷ്യപ്പെടത്തില്ലായിരുന്നു, ഇത് പ്രീതി വന്ന് പറഞ്ഞ് പ്രശ്നമാക്കിയതാണെന്നൊക്കെ പറയുന്നു. പ്രീതിയാണെങ്കിൽ ശരിക്കും എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണ് ചെയ്തത്, ചേച്ചിക്ക് പറ്റിയ ആളെ അല്ല പ്രീതി എന്നൊക്കെ സൃഷ്ടി പറയുന്നു. സൃഷ്ടി പറയാണ്, ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രീതിയാണ്, പ്രീതി ചെയ്തതൊന്നും ചേച്ചിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. പ്രീതിയാണെങ്കിൽ ഷേർലിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഷേർലിൻ പറയാണ്, നിന്നെ എനിക്കിപ്പോൾ ഇഷ്ടമല്ല, നീ ആണെങ്കിൽ പ്രീതയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, അതുകൊണ്ട് നമുക്ക് ബ്രേക്കപ്പ് ആകാമെന്നൊക്കെ പറയുന്നു. പ്രീതിയാണെങ്കിൽ ഷേർലിനോട് പറയാണ്, ഞാൻ നിന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത്, എനിക്ക് പ്രീതയെ ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ. ഞാൻ ശരിക്കും പ്രീതയുടെ വീട്ടിൽ പോയതാണ്, സർല ആൻറ്റിയെ കൊണ്ട് പ്രീതയെ വഴക്ക് പറയിപ്പിക്കാൻ വേണ്ടിയാണ്, കിരണും പ്രീതയും അടുക്കാതിരിക്കാൻ വേണ്ടിയാണ്, നിനക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാം ചെയ്തതെന്ന് പറയുന്നു. പ്രീതി പറയാണ്, ഞാൻ നിന്നെ മാത്രമാണ് സ്നേഹിക്കുന്നതെന്നൊക്കെ. ഷേർലിൻ അപ്പോൾ അതെല്ലാം വിശ്വസിക്കുകയാണ്. ഷേർലിൻ കെട്ടിപ്പിടിച്ചിട്ട് നന്ദിയൊക്കെ പറയുന്നു. പ്രീതിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ എരിവുള്ള ഷേർലിനെയും അതുപോലെ മധുരമുള്ള പ്രീതിയെയും സ്നേഹിക്കുന്നുണ്ട്, ഞാൻ രണ്ടുപേരെയും സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ. അതേസമയം പ്രീതയും സൃഷ്ടിയുമാണെങ്കിൽ മാർക്കറ്റിൽ സാധനം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മോനിഷയെ കാണുന്നു. മോനിഷയാണെങ്കിൽ ഒരു ഫ്ലവർ വാങ്ങിയിട്ട് ഒരാൾക്ക് കൊണ്ടു കൊടുക്കുകയാണ്, എന്നിട്ട് അയാളെ കെട്ടിപ്പിടിക്കുന്നു. അതിനുശേഷം കാറിൽ കയറി പോവുകയാണ്. അവരെ ഫോളോ ചെയ്ത് ഓട്ടോയ്ക്കാണെങ്കിൽ സൃഷ്ടിയും പ്രീതയും പോകുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ രോഹിത് ഒരു വക്കീലിനെയും കൊണ്ട് കിരണിൻ്റെ അടുത്ത് വരുന്നു. വക്കീലാണെങ്കിൽ കിരണിനോട് പറയാണ്, എല്ലാ കാര്യങ്ങളും സത്യമായിട്ട് പറയണം, ഒന്നും ഒളിക്കാൻ പാടില്ല എന്ന്. വക്കീൽ ചോദിക്കുകയാണ്, കുടിച്ചു കഴിഞ്ഞിട്ട് ബോധമില്ലാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കുന്നു. കിരൺ അപ്പോൾ പറയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിരപരാധിയാണ്, മോനിഷ എന്ന പെണ്ണ് തന്നെയാണ് എന്നെ കുടിപ്പിച്ചതെന്നൊക്കെ കിരൺ പറയാണ്. അതിനൊരു ഐ വിറ്റ്നസ്സും ഉണ്ട്, അതൊരു പെൺകുട്ടിയാണെന്നൊക്കെ സൂചിപ്പിക്കുന്നു. പറയാണ്, ആ പെണ്ണാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കണ്ടതാണ്, മോനിഷയാണ് ഇതിന്റെ പിന്നിലെന്ന് ആ പെണ്ണിന് വ്യക്തമായിട്ട് അറിയാമെന്നൊക്കെ പറയുന്നു. വക്കീൽ അപ്പോൾ പറയാണ്, എങ്കിൽ പിന്നെ ഒരു പ്രശ്നവുമില്ല, ആ പെണ്ണ് കോടതിയിൽ വന്നിട്ട് സാക്ഷി പറഞ്ഞാൽ മതി, കിരൺ ഉറപ്പായിട്ടും രക്ഷപ്പെടുമെന്ന് പറയുന്നു. കിരൺ അപ്പോൾ പറയണം, ആ പെണ്ണിനെ കോടതിയിലൊന്നും കയറ്റാൻ പറ്റില്ല എന്ന്. വക്കീൽ അപ്പോൾ പറയണം, അങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ല എന്ന്. രോഹിത് അപ്പോൾ കിരണിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ വക്കീലിനോട് പറയുകയാണ്, കിരൺ പറഞ്ഞതിലും കാര്യമുണ്ട്, ആ പെൺകുട്ടിക്കും കിരൺ കാരണം പ്രശ്നമുണ്ടാകരുത്. ഇങ്ങനെയൊക്കെയാണ് കിരൺ വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കുന്ന കിരണാണോ മോനിഷയോട് മോശമായിട്ട് പെരുമാറുക? പെൺകുട്ടികളെ അവൻ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുന്നവനാണെന്നൊക്കെ രോഹിത് പറയുന്നു. കിരൺ പറയാണ്, മോനിഷയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാകും, അതുമാത്രമല്ല അവളുടെ പിന്നിൽ വേറെ ആരെങ്കിലും കാണും, അവൾ തനിച്ചായിരിക്കും ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്